നമസ്കാരം. ഫുട്ബോൾ പ്യൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്ന് യൂറോ കപ്പിന്റെ ഫൈനലിന് ചെറിയൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇന്നാണ് ഇടുന്നത്. സ്പെയിൻ ആണെങ്കിൽ 2-1 ഇംഗ്ലണ്ടിനെ തോപ്പിച്ചുകൊണ്ടാണ് യൂറോ കപ്പ് 2024 ഫൈനല് വിജയിച്ച് കപ്പ് പൊക്കിയിരിക്കുകയാണ്. മൊറാട്ട തന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രോഫി ആസ് എ ക്യാപ്റ്റൻ സ്പെയിന് വേണ്ടി ഉയർത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നേഷൻസ് ലീഗ് മൊറാട്ട സ്പെയിന് വേണ്ടി നേടിയിട്ടുണ്ട്. അന്ന് ക്യാപ്റ്റൻ അല്ല, ബട്ട് ക്യാപ്റ്റൻ ആയതിനു ശേഷം പ്രോബബ്ലി 2012 ശേഷം സ്പെയിൻ്റെ ബിഗ്ഗസ്റ്റ് അഥവാ ഓൾമോസ്റ്റ് 12 വർഷത്തിന് ശേഷം ഒരു മേജർ ടൂർണമെന്റ് സ്പെയിൻ അടിച്ചിരിക്കുകയാണ്. അവരുടെ 4ാമത്തെ യൂറോ കപ്പാണിത്. ഫൈനലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സ്പെയിൻ നോർമാൻഡ് തിരിച്ചു വന്നു ബാക്കിലോട്ട്. അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം സെയിം ലൈനപ്പ് തന്നെയായിരുന്നു. കർവഹാൾ തിരിച്ച് സസ്പെൻഷൻ കഴിഞ്ഞുകൊണ്ട് നോർമാൻഡും വന്നു. ബാക്കിയെല്ലാം സിമിലർ എക്സ്പെക്റ്റഡ് ലൈനപ്പ് തന്നെയായിരുന്നു. അപ്പുറത്ത് ലൂക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും, ട്രിപ്പിയർ ബെഞ്ചിൽ പോകുന്നുണ്ടായിരുന്നു, അത് തന്നെ വരികയും ചെയ്തു. ലൂക്ക് ഷോ സ്റ്റാർട്ട് ചെയ്തു. ടു ആൻ എക്സ്റ്റെന്റ് ലൂക്ക് ഷോ സ്റ്റാർട്ട് ചെയ്തത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലും ത്രൂ ഔട്ട് ദ മാച്ച്. കൂടുതലും ഫസ്റ്റ് ഹാഫിൽ യമാലിനെ ഒരു പരിധിവരെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട്, ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി നള്ളിഫൈ ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു. അപ്പോൾ മാച്ചിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പൊതുവെ ഒരു പതുങ്ങിയ മാച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. രണ്ട് ടീമുകളും പ്രോബ്ലി ഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. അധികം അറ്റംപ്റ്റ് ചെയ്യുന്നില്ല, ഒരു സേഫ് ഗെയിം അപ്രോച്ച് കളിക്കുന്നതാണ് കണ്ടത്. ഈവൻ സ്പെയിൻ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഒരു ഫസ്റ്റ് ഹാഫ് വെച്ചില്ലെന്ന് തോന്നുന്നു. ഇംഗ്ലണ്ട് ഒരെണ്ണം കണ്ടു വെച്ചു. ഓവറോൾ നമ്മൾ നോക്കാറുണ്ട് ഒരു സേഫ് അപ്രോച്ച് ആണ്. ഇംഗ്ലണ്ട് ഓൾദോ 3 at the back സിസ്റ്റം ആണ് ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും അവർ ഡിഫെൻസീവ്ലി ഒരു 4-4-2 ഷേപ്പിലോട്ടാണ് മാറുന്നത്. അതിനകത്ത് തന്നെ പലപ്പോഴും കർവഹാൾ അവർ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും മിഡ്ഫീൽഡിലോട്ട് പുഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടിരുന്നു. കൂടാതെ യമാൽ പലപ്പോഴും ടെക്കൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും യമാലിന്റെ മൂവ്മെന്റ്സും എല്ലാം നൈസായിട്ട് ലൂക്ക് ഷോ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ലൂക്ക് ഷോ ഒരു നിഴല് പോലെ അഥവാ ലൂക്ക് ഷോ ഒരു മാഗ്നറ്റ് പോലെ യമാലിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. യമാലിന്റെ മൂവ്മെന്റ്സുകളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് നിക്കോ, ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് നിക്കോ വില്യംസ് ആയിരുന്നു. നിക്കോ വില്യംസ് കുറച്ച് നല്ല എന്താ പറയുക, കൂടുതൽ ത്രെട്ട് നിക്കോ വില്യംസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ തന്നെയാണ് സ്പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ടൂർണമെന്റിലും ത്രൂ ഔട്ട് നമുക്ക് ശ്രദ്ധിച്ചറിയാവുന്ന കാര്യം നിക്കോ വില്യംസ് ത്രൂ ആ ഒരു ഏരിയ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ത്രൂ ആണ് മെജോറിറ്റി ഓഫ് ദ സ്പാനിഷ് അറ്റാക്കും വരുന്നത്. അങ്ങനെ മാച്ച് പുരോഗമിക്കുന്നു. 0-0 ഫസ്റ്റ് ഹാഫ് തീരുകയാണ്. കാര്യമായിട്ട് വലിയ സംഭവങ്ങളൊന്നും എടുത്തു പറയത്തൊക്കെ ഉണ്ടാവുന്നില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും റോഡ്രിയുടെ കാര്യം എടുത്തു പറയണം. റോഡ്രി വാസ് എക്സലന്റ് ഫസ്റ്റ് ഹാഫിൽ. ഇപ്പം ഇംഗ്ലണ്ട് നമ്മൾ ഈവൻ സ്പെയിൻ്റെ കാര്യം പറയുമെങ്കിലും ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫിൽ ചില നല്ല സീക്വൻസ് ഒരു ഇംഗ്ലണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ട്രാൻസിഷനിൽ നല്ല 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് റോഡ്രിയുടെ ഡിഫെൻസീവ് വർക്ക് എടുത്ത് പറയണം. ഡിഫെൻസീവ്ലി മാത്രമല്ല, ആളുടെ ഒഫൻസീവ്ലി ഉള്ള ആണെങ്കിലും ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഹയർ ഓഫ് ദ ഏരിയാസിൽ വെച്ച് അവർ ബോൾ പ്രസ് ചെയ്ത് തരുന്നു. സ്പെയിൻ്റെ കൗണ്ടർ പ്രസ്സിങ് പറയാതിരിക്കാൻ വയ്യ. ഹൈ ഓഫ് ദ പിച്ചിൽ അവരുടെ പ്രസ്സിങ് ബോൾ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യുക, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അതിൽ റോഡ്രിയും ഫാബിയാൻ റൂയിസും വഹിക്കുന്ന പങ്ക് ഹ്യൂജ് ആണ്. ഇന്നലെ റോഡ്രി ഫസ്റ്റ് ഹാഫിൽ അന്യായ പെർഫോമൻസ് ആയിരുന്നു. ബട്ട് അതിനിടയിൽ ഹാരി കെയിൻ്റെ ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നതിനിടയിൽ ആൾക്കൊരു ഹാംസ്ട്രിങ് ഇഞ്ചറി വരുവാണ്. ആളെ സെക്കൻഡ് ഹാഫിൽ മാറ്റുന്നു. സുബിമെൻഡി വരുവാണ്. ഇംഗ്ലണ്ടിന്റെ കയ്യിൽ കളി വരുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. കാരണം ഈ സ്പാനിഷ് നാഷണൽ ടീമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ റോഡ്രി, ആളെ പിൻവലിക്കുന്നു. ആ സിസ്റ്റം കംപ്ലീറ്റ്ലി മാറാൻ ചാൻസ് ഉണ്ട്. സുബിമെൻഡി നമുക്കറിയാം സ്പാനിഷ് നാഷണൽ ടീമിൽ റെഗുലർ സ്റ്റാർട്ടർ അല്ല. ഈ ടൂർണമെന്റിൽ പ്രോബ്ലി ഒരു ബിഗ്ഗസ്റ്റ് മാച്ചിൽ തന്നെ ആൾക്ക് ക്രൂഷ്യൽ മൊമെന്റ്സിൽ ഇറങ്ങേണ്ടി വരുന്നു. ആൻഡ് സുബിമെൻഡി ആളുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തെന്നുള്ളതാണ്. അതായത് റോഡ്രി ലെവൽ ഓഫ് പെർഫോമൻസ് സുബിമെൻഡി എക്സ്പെക്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ആളിൽ നിന്ന് എന്താണോ കോച്ച് ഡിമാൻഡ് ചെയ്തത് അത് ആൾ കൊടുക്കുകയും ചെയ്തു. റിയലി ഗുഡ് പെർഫോമൻസ്. അപ്പോൾ ഈ കോച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ലൂയിസ് ലീ ഫോണ്ടയുടെ കാര്യം കൂടെ പറയണം. ഫൈനലിലൊക്കെ ആണെങ്കിലും ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൾ നടത്തുന്നു. ആളുടെ ഗെയിം സ്റ്റൈൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ആള് സൂപ്പറാണ്. ഇപ്പം സ്പെയിൻ്റെ ട്രഡീഷണലി ആ ഒരു ബോൾ കീപ്പ് ചെയ്ത് ഞങ്ങൾ 70-80% പൊസിഷൻ കീപ്പ് ചെയ്യുക, അതൊന്നുമല്ല. അറ്റാക്ക് ചെയ്യണം, അറ്റാക്ക് ചെയ്യുക, ക്രോസസ് കണ്ടിന്യൂസ് ഇടണമെങ്കിൽ ക്രോസസ് ഇടുക, കൗണ്ടർ അറ്റാക്കിംഗ് സിസ്റ്റം കളിക്കുക. ഇപ്പോൾ ഒപ്പോണൻസ് ഹൈ എക്സ്ട്രാ അഗ്രസീവ്ലി പുഷ് ചെയ്യുകയാണ്. ബോൾ ഓവർ ദ ടോപ്പ് ഇടുമോ, എന്തിനാണ് വെറുതെ പാസ് ചെയ്യുന്നത്? ബോൾ ഓവർ ദ ടോപ്പ് ഇട്ട് കളിക്കണോ? വിങ്ങേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഒപ്പോണൻസ് സിറ്റ് ബാക്ക് ചെയ്യണം, ബോൾ കീപ്പ് ചെയ്ത് സെൻട്രൽ ഏരിയാസിലൂടെ പെനട്രേറ്റ് ചെയ്യണം. അത് സെൻട്രൽ ഏരിയാസിലൂടെ ഹാഫ് സ്പേസസിലൂടെ മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്യണം. അതിനുള്ള മിഡ്ഫീൽഡേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിനുള്ള കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ അത് കളിപ്പിക്കും. പൊസഷൻ കീപ്പ് ചെയ്യണോ, ലീഡ് എടുത്ത് പൊസഷൻ കുറച്ചുകൂടി കീപ്പ് ചെയ്ത് ഗെയിം കൺട്രോൾ ചെയ്യണോ, അത് കളിപ്പിക്കാനും അറിയാം. എക്സ്ട്രാ അഗ്രസീവ് കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കളിക്കണം, അത് കളിപ്പിക്കാനും അറിയാം. അണ്ടർ-19 അണ്ടർ-21 ഈ ഡീലോ ഫണ്ടേഴ്സ് കോച്ച് നേടിയിട്ടുണ്ട് സ്പെയിന് വേണ്ടി. ഇപ്പം റെഗുലർ മെൻസ് നാഷണൽ ടീമിന്റെ സീനിയർ ടീമിന് വേണ്ടിയും യൂറോസ് നേടിക്കൊടുത്തിരിക്കുകയാണ്. ആള് അത്യാവശ്യം സ്പാനിഷ് ഫുട്ബോളിൽ നമ്മൾ നോക്കാനായിട്ടാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. പലരും ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോഴായിരിക്കും അറിയാം. പിന്നെ നമുക്കറിയാം ബാസ്ക് പ്ലേയേഴ്സിനെ ഇദ്ദേഹം വളരെ ഹൈലി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈവൻ ഈ ഒരു സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൊസിഡാഡിന്റെയും ബിൽബാവിന്റെ ഒക്കെ ധാരാളം പ്ലേയേഴ്സ് ഉണ്ട്.
ക്രൂഷ്യലായ മൊമെന്റ്സ്, ക്രൂഷ്യലായ പെർഫോമൻസുകൾ കൊടുക്കുന്ന പ്ലേയേഴ്സ്. സോ സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും ഇംഗ്ലണ്ടിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഹാഫുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അഥവാ ഈ ത്രൂ ഔട്ട് ദി ടൂർണമെന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇംഗ്ലണ്ടിനെ അല്ല സെക്കൻഡ് ഹാഫിൽ കണ്ടത്. കാരണം ഇംഗ്ലണ്ട് സൗത്ത് ഗേറ്റിന്റെ എത്ര ക്രിറ്റിസിസം ഉണ്ടെന്ന് നമുക്കറിയാം. അറ്റാക്കിംഗ് ഗെയിം കളിപ്പിക്കാറില്ല, നെഗറ്റീവ് അപ്രോച്ച് ആണെന്നെല്ലാം പറയാം. ബട്ട് ഇംഗ്ലണ്ടിന്റെ ഷേപ്പ്, ഡിഫൻസീവ് ഷേപ്പ് എപ്പോഴും ടോപ്പ് നോച്ച് ആയിരിക്കും. എസ്പെഷ്യലി ഡിഫെൻസീവ്ലി ബോഡീസ് അവർ കമ്മിറ്റ് ചെയ്യാറുണ്ട്, ഡിഫെൻസീവ്ലി അവർ എപ്പോഴും പൊസിഷൻ കീപ്പ് ചെയ്യാറുണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഇംഗ്ലണ്ട് അല്ലായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ആവറേജ് പൊസിഷനിങ് ഒക്കെ എസ്പെഷ്യലി അവരുടെ ബാക്ക് ഫോറുണ്ട്. ഇപ്പൊ കായ് വോക്കർ ഒക്കെ പലപ്പോഴും ഔട്ട് ഓഫ് പൊസിഷൻ, ജൂഡ് ബെല്ലിംഗം പ്രോപ്പറായിട്ട് പ്രസ് ചെയ്യുന്നില്ല, ഫോർഡൻ പ്രോപ്പറായിട്ട് പ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ ആ 2 ഗോളുകളിൽ നമ്മൾ കണ്ടാണ് ഈ അതിന് മുമ്പത്തെ പല സിറ്റുവേഷൻസിൽ കൗണ്ടർ അറ്റാക്സ്, എസ്പെഷ്യലി സ്പെയിൻ സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്ത ചാൻസുകളിൽ ഫോർഡന്റെയും ബെല്ലിംഗമിന്റെയും റൈസിന്റെയും ഒരു ലാക്ക് ഓഫ് എന്തൂസിയാസം ടു പ്രസ്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് നമ്മൾ കണ്ടിരുന്നു സെക്കൻഡ് ഹാഫിൽ സ്പെയിൻ ക്രിയേറ്റ് ചെയ്ത എല്ലാ ചാൻസുകളും. അതുപോലെ തന്നെയാണ് കായ് വോക്കർ പലപ്പോഴും ഔട്ട് ഓഫ് പൊസിഷൻ ആയിരിക്കുന്നതാണ് നമ്മളുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, യമാൽ കൂടുതൽ ഗെയിമിൽ വരാൻ തുടങ്ങി. കൂടാതെ പലപ്പോഴും കായ് വോക്കർ ഔട്ട് ഓഫ് പൊസിഷൻ, നിക്കോ പലപ്പോഴും ഫ്രീ ആവുന്നു. കുക്കറിലേക്ക് അവർ റൺസ് നടത്താനായിട്ടുള്ള സ്പേസസ് അവരുടെ ഇംഗ്ലണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഇവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്രിയേറ്റഡ് ആവുന്നു. പലപ്പോഴും ത്രെറ്റനിങ് സിറ്റുവേഷൻസ് സ്പെയിൻ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും ആ ഒരു ഫസ്റ്റ് ഗോൾ വരുവാണ്. നിക്കോ വില്യംസ് ആണ് ആ ഗോൾ സ്കോർ ചെയ്യുന്നത്, യമാലാണ് ആ ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കാണ് ആ ഒരു ബോൾ യൂസ് ചെയ്യുന്നു, ആ ഒരു പ്രസ് വരുന്നില്ല, ഈസിലി ആയിട്ട് യമാലിലോട്ട് ബോൾ വരുന്നു, ബോഡീസില്ല. സാധാരണ ഇംഗ്ലണ്ട് ആ ഒരു സിറ്റുവേഷനിലൊക്കെ അത്ര എക്സ്പോസ്ഡ് ആയി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഈസി ആയിട്ട് അവിടെ നിക്കോ വില്യംസ് ഫിനിഷ് ചെയ്യുകയാണ്, 1 ലീഡ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ മൊറാട്ടയൊക്കെ ഗെയിമിൽ മൊറാട്ടയുടെ കാര്യം എടുത്തു പറയുന്നത് ആസ് എ ക്യാപ്റ്റൻസ് പെർഫോമൻസ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് മൊറാട്ട കളിച്ചത്. ആൻഡ് മൊറാട്ടയുടെ ഹോൾഡ് പ്ലേ നൈസ് ആയിരുന്നു. ബോൾ മൊറാട്ടയിലോട്ട് ഇംഗ്ലണ്ട് നമുക്കറിയാം ഒരു ഗോൾ പിന്നിൽ പോയാൽ പിന്നെ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, കൂടുതൽ സ്പേസുകൾ ഇൻ ബിഹൈൻഡ് എടുത്ത്. ഈവൻ ഡ്യൂറിങ് ദാറ്റ് ടൈം ഇംഗ്ലണ്ട് ഷേപ്പ് എവിടെ ഇപ്പം 1-0 പുറകെ നിൽക്കുകയാണ്. ആ ഒരു രണ്ടാമത്തെ ഗോൾ ഇപ്പം സ്പെയിൻ അടിക്കുന്ന ഒരു പ്രതീതിയുണ്ടായിരുന്നു. സോ ഇതാണ് സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇംഗ്ലണ്ട് ആ ഒരു ഗോൾ അടിച്ചതിന് ഇപ്പം ഇംഗ്ലണ്ടാണ് ഈ ലീഡ് എടുത്തെങ്കിൽ വലിയ അവർ കുറച്ചുകൂടെ എന്നാ പറയുക കംഫർട്ടായിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. ബട്ട് ഇവിടെ ഇന്നലെ സ്പെയിൻ നോക്കും, ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം കുറച്ച് ബോഡീസ് കമ്മിറ്റ് ചെയ്ത് അവർ ഡിഫെൻഡ് ചെയ്തു. ബട്ട് അവർ ആ ഒരു സെക്കൻഡ് ഗോളിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. കാരണം സമയം അത്യാവശ്യം നല്ലവരുണ്ട്, ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒന്നും അല്ല, ഇനി ധാരാളം ടൈമുണ്ട്. സോ അല്ലാതെ തന്നെ ആ ഒരു ഗോൾ സെക്കൻഡ് ഗോളോട് അടിക്കുകയാണെങ്കിൽ ഗെയിം കംഫർട്ട് ആവുക. അവർ കൂടുതൽ അടുത്തൊരു ഗോളിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൊറാട്ടയ്ക്ക് ഒരു സൂപ്പർ ചാൻസ് യമാൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. യമാൽ ഹാഡ് എ ഗ്രേറ്റ് ചാൻസ്. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല നല്ല ചാൻസുകളും അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. സോ സ്പെയിൻ ആണെങ്കിൽ ഓൾമോയ്ക്ക് ഒരു സുവർണ അവസരമാണ്, അത് ഓൾമോസ്റ്റ് ഷുഡ് ഫിനിഷ് ദാറ്റ്. നല്ലൊരു സുവർണ അവസരം ഉണ്ടായിരുന്നു. സോ അത് ഓൾമോ മിസ് ചെയ്യുന്നു. സോ അടുത്ത ഗോൾ ഇപ്പം വരും എന്നൊരു പ്രതിനിധി ഉണ്ടായിരുന്നു. അതല്ല ഇംഗ്ലണ്ട് നമുക്കറിയാം പൊതുവെ അവർ കംബാക്ക് നടത്തുന്ന ഒരു ടീമാണ്. സോ സ്പെയിൻ നീഡഡ് ദാറ്റ് സെക്കൻഡ് ഗോൾ. അവർ അതിനുവേണ്ടി പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൊറാട്ടനെ മാറ്റിയത് ഒസ്രബാലിനെ കൊണ്ടിരുന്നു. സോ ഇവന്തോ നമ്മൾ ഓർത്ത് എന്തിനാണ് ആ ഒരു ചേഞ്ച്, മേ ബി മൊറാട്ട ഹയർ ഓഫ് ദ പിച്ചിലുള്ളത്, എസ്പെഷ്യലി ബോൾ ഓവർ ദ ടോപ്പ് ഇട്ട് ബോൾ ഹോൾഡ് ചെയ്യാനായിട്ട് സ്പാനിഷ് നാഷണൽ ടീമിൽ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് മൊറാട്ട. സോ മൊറാട്ടനെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഉള്ളത് നല്ലതായിരുന്നു, എസ്പെഷ്യലി ഇംഗ്ലണ്ട് ഇത്രയും ബോഡീസ് കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ചോദ്യം വന്നു. ബട്ട് ആ ചേഞ്ച് വർക്ക് ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് ഗോൾ വരുന്നത് ഒസ്രബാൽ വഴിയാണ്. സോ നമ്മളാണെങ്കിൽ അതിന് മുമ്പ് ഇപ്പം ആ ഒരു സെക്കൻഡ് ഗോൾ സ്പെയിൻ അടിക്കുന്നതിന് മുമ്പ് ഇംഗ്ലണ്ട് ഈക്വലൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്നുള്ളൂ. ആ ഒരു ചാൻസ് ആഫ്റ്റർ ചാൻസുകൾ കുറേ മിസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ഒരു ഫേസ് വരും, ഇംഗ്ലണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നാൽ കളിയിലേക്ക് തിരിച്ചു വരും. അപ്പോഴേക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുവാണ്, ആൾ ഹാരിക്കേനെ മാറ്റുന്നു, വോക്കിൻസ് വരുന്നു. അതുപോലെ തന്നെ പാൾമർ ആണെങ്കിൽ പിച്ചിലോട്ട് ഇറങ്ങുവാണ്. മൈനോ ഇന്നലത്തെ മാച്ചിൽ റിയലി ഇൻഎഫക്റ്റീവ് ആയിരുന്നു. മൈനോയുടെ വൺ ഓഫ് ദ വേഴ്സ്റ്റ്, ഇഫ് നോട്ട് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ഈ ടൂർണമെന്റിൽ ഞാൻ കണ്ടു. മൈനോ ശരിക്ക് പ്രഷറിലായിരുന്നു എന്ന് നമുക്ക് ക്ലിയർലി കാണാം. അത് സ്പെയിനിന്റെ മിഡ്ഫീൽഡിന്റെ വിജയം കൂടെയാണ്. സോ അവിടെ പാൾമർ വരുവാണ്, മൈനോയ്ക്ക് വരുമെന്ന് തോന്നുന്നു. അവരുടെ വോക്കിൻസ് വരുവാണ്, ഹാരിക്കെയിൻ പത്തറ്റിക് ടൂർണമെന്റ് ആയിരുന്നു ഇത്. 3 ഗോളൊക്കെ അടിച്ചു. ബട്ട് അതൊരു പത്തറ്റിക് ടൂർണമെന്റ് ഫ്രം ഹാരിക്കെയിൻ. ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലണ്ട് ടീമിൽ ഹാരിക്കെയിൻ, ബെല്ലിംഗം, ഫോർഡൻ വർക്ക് ചെയ്യുന്നില്ല. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഹാരിക്കെയിൻ, ബെല്ലിംഗം, ഫോർഡൻ വർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ ആ ഗോൾ വരുന്ന സിറ്റുവേഷൻ വരികയാണ്. ഇംഗ്ലണ്ട് ഒരു നല്ല റണ്ണിലോട്ട് പോകണം, ഇംഗ്ലണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്പെയിൻ കുറച്ച് പാനിക്ഡ് ആവുകയാണ്. സോ അവിടെ ആ ഗോൾ വന്ന വഴി നോക്കാം, കുക്കറയിൽ എക്സ്ട്രാ അഗ്രസീവ്ലി പ്രസ് ചെയ്യാനായിട്ട് ചെല്ലുന്നു, കുക്കറിലേക്ക് ലൂസ് ആവുന്നു. അവിടെ സാക്കനെ ബോൾ ഫൈൻഡ് ചെയ്യുന്നു, സാക്ക ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. ഒരു വെയിറ്റിംഗ് പാൾമർ സാക്കനെ ഫൈൻ ചെയ്യുന്നു, സാക്ക ഒരു വെയിറ്റ് ചെയ്യുന്നു സപ്പോർട്ടിന് വേണ്ടി. അവിടെ ബെല്ലിംഗമിന്റെ റൺ കാണുന്നു, ബെല്ലിംഗമിലോട്ട് ബോൾ വരുന്നു. ബെല്ലിംഗമിന്റെ നൈസ് ലേ ഓഫ് ടു പാൾമറിന്റെ സൂപ്പർ ഫിനിഷ്. സോ മേ ബി ആ ഒരു സിറ്റുവേഷൻസിൽ റോഡ്രി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സ്പെയിൻ ഓർത്ത് കാണും. കാരണം എനിക്ക് ഉറപ്പാണ് റോഡ്രി ഉണ്ടായിരുന്നെങ്കിൽ മേ ബി അവിടെ ആ ഒരു ലേ ഓഫ് ബെല്ലിംഗമിന് നടത്താൻ പറ്റത്തില്ലായിരുന്നു. അവിടെ അപ്പോൾ പാൾമറിന്റെ കാര്യം, നമ്മൾ പാൾമറിലോട്ട് വരുവാണെങ്കിൽ ഈ ടൂർണമെന്റിൽ 30 മിനിറ്റിനടുത്തെങ്ങാണ്ട് ആൾ ഓവറോൾ കളിച്ചിട്ടുള്ളൂ, 30-40 മിനിറ്റ്സ് എങ്ങാണ്ട്. ഇറങ്ങിയ കളികളിലെല്ലാം ഫൈനലിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും
ആവറേജ് പെർ ഗെയിം ആൾക്കൊരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ഒക്കെയാണ് കൊടുക്കുന്നത്. ഫൈനലിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നോക്കാനായിട്ടാണ് പാൾമറിനെ ഇദ്ദേഹം ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റ് തുടക്കത്തിലൊക്കെ പാൾമർ ആദ്യത്തെ കളികളിലൊന്നും മിനിറ്റ്സ് പോലും കൊടുത്തിട്ടില്ല. ആവറേജ് ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒക്കെയാണ് ആൾക്ക് കിട്ടുന്നത്. സോ ഇന്നലത്തെ മാച്ചിലാണല്ലോ നമ്മൾ കണ്ടു പാൾമർ ഇറങ്ങിയതിന് ശേഷം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ക്രൂഷ്യൽ അസിസ്റ്റ് ഇതിന് മുമ്പത്തെ മാച്ചിൽ, ഇന്നലത്തെ മാച്ചിൽ ഒരു ക്രൂഷ്യൽ ഗോള്, അത് പാൾമർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും മിനിറ്റ്സ് കൊടുത്തിട്ടും ഫോഡൻ ഒരു ഇമ്പാക്റ്റ് ടൂർണമെന്റ് ഉണ്ടാക്കിയില്ല. എന്തുകൊണ്ട് സ്റ്റിൽ ഫോഡൻ അത്രയും മിനിറ്റ്സ് കളിക്കുന്നു എന്ന്, റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. കാരണം ഇന്നലത്തെ മാച്ചിലൊക്കെ ആണല്ലോ എസ് ഐയും പാൾമറും അവരും ഒക്കെ എപ്പോഴൊക്കെ ബെഞ്ചിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തും ദേ ഡിസേർവ്സ് ടു സ്റ്റാർട്ട്. പാൾമർ ഡിസേർവ്സ് ടു സ്റ്റാർട്ട്. എസ് ഐ ഡിസേർവ്സ് ടു സ്റ്റാർട്ട് ഓവർ ഫോഡൻ. ഇപ്പൊ എസ് ഐയുടെ കാര്യം, ഇന്നലെ എസ് ഐനെ ഡിമാൻഡ് ചെയ്യുമായിരുന്നു. ഇന്നലെ ആ ഒരു ഗോൾ ഈക്വലൈസ് ചെയ്തതിനു ശേഷം സ്പെയിൻ ബാക്ക് ഫുട്ടിലാവുകയാണ്, സ്പെയിൻ പ്രഷറിലാവുകയാണ്. അടുത്ത ഗോൾ മേ ബി ഇംഗ്ലണ്ടിന് അടിക്കാൻ പറ്റും. അപ്പൊ സൗത്ത് ഗേറ്റ് ചെയ്യേണ്ട എന്താണ്? പ്രഷറിൽ ഇംഗ്ലണ്ട് നിൽക്കുന്നു, അടുത്ത ചേഞ്ച് വരുത്തുക, എസ് എനെ കൊണ്ടുവരിക, പിച്ച് സ്ട്രെച്ച് ചെയ്യുക, ഫോഡനെ മാറ്റുക. വളരെ ഇന്നഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഫോഡനെ മാറ്റി എസ് എനെ ഇറക്കി പിച്ച് സ്ട്രെച്ച് ചെയ്യും. പാൾമർ ഉണ്ട്, എസ് എ ഉണ്ട്, സാക്ക ഉണ്ട്, വോക്കിൻസ് ഉണ്ട്. നമുക്കറിയാം സ്പെയിൻ്റെ മിഡ്ഫീൽഡേഴ്സ് ആണല്ലോ, ഈവൻ നേരെ ഡിഫൻസ് ആണല്ലോ, അധികം പേസ് ഉള്ള പ്ലേയേഴ്സ് അല്ല. നോർമാൻ ആണെങ്കിലും അതുപോലെ തന്നെ അമേരിക്കൻ ലപ്പോർട്ട് ആണെങ്കിലും വലിയ പേസ് ഉള്ള സെൻട്രൽ ബാക്സ് അല്ല. എക്സ്പ്ലോയിറ്റ് ദം. ഒന്നുകൂടെ എസ് എനെ ഇറക്കി വിട്, കറവാലിനെ ഔട്ട് ഓഫ് പൊസിഷൻ ആക്ക്, കുക്കറലേനെ പാനിക്ഡ് ആക്കി വെച്ചാക്ക. സോ എന്ത് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ് അല്ലേ. ആ ഈക്വലൈസ് ചെയ്തതിനു ശേഷം വീണ്ടും ആൾ ഡിഫൻസീവ് അപ്രോച്ചിലോട്ട് പോയി. വീണ്ടും സ്പെയിൻ പാനിക് മോഡിലായിരുന്നു. അപ്പം അവിടെ കയറി അറ്റാക്ക് ചെയ്യേണ്ടതിന് ഒരാൾ അവിടെ വീണ്ടും ഡിഫൻസീവ് മോഡിലോട്ട് പോയി. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം, അടുത്ത ഗോൾ വരികയാണ്. സോ ആ അടുത്ത ഗോൾ വരുന്ന സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. അമേരിക്കൻ ലപ്പോർട്ട് പാസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു പ്രഷറും ഇല്ല. ഈസി ആയിട്ട് ആളിരിക്കുന്നത് ഫാബിയാൻ റൂയിസിനെ ഫൈൻഡ് ചെയ്യാണ്. ഫാബിയാൻ റൂയിസ് ഓൾമോയ്ക്ക് കൊടുക്കുന്നു. ഓൾമോ നമ്മൾ കണ്ടു കുക്കറല്ലയുടെ റൺ ട്രാക്ക് ചെയ്യുന്നു, കുക്കറല്ലിലോട്ട് വരുന്നു. അവിടെയൊക്കെ എവിടാണ് കായ് വോക്കർ? ആ ഒരു ടൈമിൽ കായ് വോക്കർ എവിടെ നിൽക്കുകയാണ്? ആൻഡ് ഒസിറബാൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഒരു റണ്ണ് ബോക്സിലോട്ട് നടത്തുകയാണ്. സോ ഒസിറബാളാന്ന് തോന്നുന്നു കുക്കറല്ലി, അതെ ഒസിറബാൾ തന്നെയാണ് കുക്കറല്ലിക്ക് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നത് തോന്നുന്നു. എനിക്ക് ഓർക്കുന്നില്ല സിറ്റുവേഷൻ. കുക്കറല്ലിക്ക് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്, കുക്കറല്ലയുടെ ക്രോസ് വരികയാണ്. ആ ബോക്സിലോട്ട് തന്നെ ഒസിറബാൾ റണ്ണ് നടത്തി ആ ഒരു ഫിനിഷ് നടത്തുകയാണ്. സോ 2-1 ലീഡ് സ്പെയിൻ എടുക്കുകയാണ്. അവിടെ ഒരു ഓഫ് സൈഡ് ചെക്ക് നടക്കുന്ന ആള് ക്ലിയർലി ഓൺ സൈഡ് ആണ്. ഫസ്റ്റ് ടൈം ഞാൻ ഓർത്തത് അത് ഓഫ് സൈഡ് ആണെന്ന്, പക്ഷെ അത് ക്ലിയർലി ഓൺ സൈഡ് ആയിരുന്നു. ഒന്നും പറയാനില്ല, ഒരു 1.5 സീക്വൻസ് ആയിരുന്നു. അതിൽ ഇംഗ്ലണ്ടിന്റെ പ്രസ്സിങ്ങിന്റെ കാര്യം എടുത്തു പറയണം. ഇംഗ്ലണ്ട് വൺ ഓഫ് ദ പത്തറ്റിക് ലെവൽ ഓഫ് ഡിഫെൻസീവ്, എസ്പെഷ്യലി പത്തറ്റിക് ലെവൽ ഓഫ് പ്രസ്സിങ് ആണ് നമ്മൾ ആ സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ബട്ട് ആ സെക്കൻഡ് ഗോളിൽ നമ്മൾ പ്രത്യേകിച്ചും കണ്ടത് ആ ഒരു ടൈമിൽ ലാസ്റ്റ് എക്സ്ട്രാ അഗ്രസീവ്ലി ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോകുന്നു. ഈവൻ ഡിഫെൻഡ് ചെയ്യുമ്പോഴും കമ്മിറ്റ് ചെയ്യുന്നില്ല മിഡ്ഫീൽഡേഴ്സ്. ആ ഒരു ഗോളിലൊക്കെ നമുക്ക് ക്ലിയർലി കാണാം അവരെ പ്രസ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ലപ്പോർട്ട് ലൂസിനെ ഫൈൻഡ് ചെയ്യണം, ഒരു പ്രഷറും വരുന്നില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയുമായിരിക്കും അത് സൗത്ത് ഗേറ്റിന്റെ ഗോളാണ്. ഇപ്പം പ്ലേയേഴ്സ് അല്ലേ പിച്ചിൽ കളിക്കുന്നത്, പ്ലേയേഴ്സിന്റെ ഇന്റന്റ് അല്ലേ കാണിക്കുന്നത്. ഇപ്പൊ സൗത്ത് ഗേറ്റ് കളിക്കിടെ ഇറങ്ങിയിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് ഇനിയും പോയി പതുക്കെ നിൽക്കുന്നു പറഞ്ഞ് സൗത്ത് ഗേറ്റ് പറയാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കുറേ പേര് ചോദിക്കുന്നതാണ്. എസ്പെഷ്യലി കുറേ സൗത്ത് ഗേറ്റ് സപ്പോർട്ടേഴ്സ് ചോദിക്കുന്നതാണ്. ബട്ട് ഇവരെല്ലാം ടാക്ടിക്കലി പ്രീ മാച്ച് ഡിസ്കഷനിലും കോച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇപ്പം കോച്ച് പ്ലേയേഴ്സിന്റെ മനസ്സിലോട്ട് അഥവാ കോച്ച് പ്ലേയേഴ്സിന്റെ ഇന്റന്റ് പറഞ്ഞു കൊടുക്കുമായിരിക്കും. നിങ്ങൾ ഒരു ഗോൾ അടിക്കുക, ഈക്വലൈസ് ചെയ്യുക, ലെറ്റ്സ് ടേക്ക് ഇറ്റ് ടു ദ എക്സ്ട്രാ ടൈം എന്നായിരിക്കാം സൗത്ത് ഗേറ്റ് മേ ബി ഡിസിഷൻ എടുത്തിരുന്നത്. അവിടെ ആ ഒരു ടൈമിൽ അവർ പ്രഷറിലാകുമ്പോൾ ഒരു ബേസിക് ഇൻസ്റ്റന്റ് അല്ലേ, സ്പെയിൻ പ്രഷറിലാണ്. മേ ബി ഇപ്പോൾ ഒരു ഗോളോടെ വന്നാൽ സ്പെയിൻ ഒരു അറ്റാക്കിങ് ചേഞ്ചോടെ നടത്തിയ സ്പെയിൻ പാനിക് ആവും. ലെറ്റ്സ് ഡു ഇറ്റ്. അതേസമയത്ത് സ്പെയിനെ അവർ കംഫർട്ടബിൾ ആക്കുവാണ്. സ്പെയിൻ്റെ കാര്യം ബോൾ കൊടുത്തിട്ട് അവർ കംഫർട്ടബിൾ ആക്കുവാണ്. ആൻഡ് അവർ രണ്ടാമത്തെ ഗോൾ വരുവാണ്. ഇന്നലെ 5ഓളം ബിഗ് ചാൻസ് സ്പെയിൻ ക്രിയേറ്റ് ചെയ്തു. അല്ല 3 പിക്ഫോർഡ് സേവ് ചെയ്തു. അതെടുത്ത് പറയേണ്ട. 3 അവർ മിസ് ചെയ്തു. പിക്ഫോർഡിന്റെ കിടിലൻ സേവുകളുണ്ടായിരുന്നു. എമാൽ ഷുഡ് ഹാവ് സ്കോർ അറ്റ്ലീസ്റ്റ് 1. ഡാനി ഓൾമയ്ക്ക് ഒരു നല്ല ചാൻസ്. ഒബ്വിയസ്ലി പറയാനായിട്ടാണ് സ്പെയിൻ വേർ ദ ബെറ്റർ സൈഡ്. ഓവറോൾ ഇന്നലത്തെ മാച്ചിലും ത്രൂ ഔട്ട് ദിസ് ടൂർണമെന്റിന് സ്പെയിൻ വേർ ദ ബെറ്റർ സൈഡ്. ഇനി സൗത്ത് ഗേറ്റിൽ നിന്ന് ഇംഗ്ലണ്ട് മാറുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വീണ്ടും വരുന്നുണ്ട്. ഒന്നും അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. ഐ തിങ്ക് സൗത്ത് ഗേറ്റ് ഈ ടൂർണമെന്റ് റിയലി ഡിസപ്പോയിന്റ് ചെയ്തു ഓവറോൾ ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസും മറ്റുമൊക്കെ. അർണോൾഡൊന്നും ഇന്നലത്തെ മാച്ചിലൊക്കെ ഒരു മിനിറ്റ് പോലും കളിച്ചിട്ടില്ല. എസ് എ ഇറങ്ങിയ മാച്ചുകളിലെല്ലാം ഇമ്പാക്ട് ഉണ്ടാക്കിയ വേറെ ആൾക്ക് മിനിറ്റ്സ് കിട്ടുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ഫോഡനെ വീണ്ടും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഫോഡനെയും ബെല്ലിംഗമിനെ ഒരുമിച്ച് ഇറക്കണം അലോങ് വിത്ത് കെയ്ൻ എന്നുള്ളതിന് എന്താണ് ഇങ്ങനെ ഇത്ര വാശിയെന്ന് എനിക്കറിയത്തില്ല. I don't know. ഇപ്പം നമ്മുടെ ഇംഗ്ലണ്ട് ഓവറോൾ നോക്കാനായിട്ടാണ് ഈ ടൂർണമെന്റിൽ ടഫസ്റ്റ് ഒപ്പോണന്റിനെ ഫേസ് ചെയ്തു, തോക്കുകയും ചെയ്തു. ഇപ്പം നെതർലാൻഡ്സ് വേറെ ടഫർ ഒപ്പോണന്റ്, ബട്ട് ബെസ്റ്റ് നെതർലാൻഡ്സ് സൈഡ് അല്ലായിരുന്നു. ബട്ട് ബെസ്റ്റ് സ്പാനിഷ് സൈഡിനെ കിട്ടിയപ്പോൾ ഇംഗ്ലണ്ട് പതറുകയും ചെയ്തു. ഓൺ പേപ്പർ നിങ്ങൾ നോക്കുക, ഇംഗ്ലണ്ട് സ്പെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സ്പെയിൻ ഇംഗ്ലണ്ടിന്റെ അത്രയും പകുതി പവർ പോലും ഇല്ല ഓഫ് ദ ബെഞ്ച്.
എടുത്തു പറയേണ്ടതാണ്. ഒസർബാളും ഈ മെറീനോനെയൊക്കെ ടോപ്പ് ക്ലബ്ബുകൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലെയറാണോ? അല്ല. ഇപ്പം ഇംഗ്ലണ്ടിന്റെ ബെഞ്ചിൽ പാൾമർ, എസ്, അർണോൾഡ് ഇങ്ങനത്തെ ടോപ്പ് ടാലന്റുകൾ ഇരിക്കുവാണ്. പുള്ളിക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് പറയേണ്ട ആൻസർ. വോക്കിൻസ്, ഐവൻ ടോണി ഇവരൊക്കെ ഇരിക്കുകയാണ്. സ്പെയിനൊന്നും ഇത്ര ഓപ്ഷൻസ് ഇല്ല. ഒരു പ്രോപ്പർ കോച്ചുണ്ട്, നല്ലൊരു സ്ക്വാഡും ഉണ്ടെങ്കിൽ പറ്റും, ടൂർണമെന്റ് അടിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്പാനിഷ് നാഷണൽ ടീമിന്റെ ഒക്കെ പെർഫോമൻസ്. ഈ ടൂർണമെന്റിൽ മിക്കവരും എനിക്ക് ഉറപ്പാണ് സ്പെയിനെ ഫേവറേറ്റ്സ് ആയിട്ട് വിരലിലെണ്ണാന്നവർ മാത്രമേ മേ ബി കണ്ടിട്ടുള്ളത്. ഞാൻ പോലും സ്പെയിനെ ഇത്ര ടൂർണമെന്റ് ഫേവറേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നിരുന്നില്ല. റിയലി ഇംപ്രസ്ഡ്, റിയലി പ്ലേയിങ് ദ ബെസ്റ്റ് ഫുട്ബോൾ. ഈ ടൂർണമെന്റിൽ ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിച്ച ടീം തന്നെ ജയിച്ചിരിക്കുകയാണ്. എങ്ങനെ 15ഓളം ഗോളുകൾ അവരടിച്ച് ഈ ടൂർണമെന്റിൽ, അതും ഒരു റെക്കോർഡാണ്. സോ ഗ്രേറ്റ്.